ഈ ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ ജമ്മു കശ്മീരിൽ സ്ഫോടനമുണ്ടായിരിക്കുകയാണ്. നൌഗാം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഈ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 പേരാണ് മരിച്ചത്. 27 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മരിച്ചവരിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ശ്രീനഗർ ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കെ പ്രശാന്ത് നൽകും. പ്രശാന്ത്, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഞെട്ടലിലാണ്. ഈ സ്ഫോടക വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു രീതി ഉണ്ടാകില്ലേ? അത് പാലിക്കപ്പെട്ടില്ലേ? എന്താണ് ശരിക്കും സംഭവിച്ചത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹി സ്ഫോടനത്തിന്റെ ഭാഗമായി തന്നെ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ശ്രീനഗറിലേക്ക് എത്തിച്ചിരുന്നു. നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ എടുത്തത്. ഈ സ്ഫോടക വസ്തുക്കൾ 360 കിലോ അമോണിയം നൈട്രേറ്റ് മുസമ്മിലിന്റെ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് ഈ സർവകലാശാലയ്ക്ക് തൊട്ടടുത്താണ്. ഏകദേശം 300 മീറ്റർ അകലെ മാത്രമാണ് ആ വാടക മുറി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ അമോണിയം നൈട്രേറ്റിന്റെ 360 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഈ സ്ഫോടക വസ്തുക്കൾ നൌഗാം പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീനഗറിലേക്ക് എത്തിച്ചിരുന്നു. നൌഗാം പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് ഇത് പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ രാത്രി 11:23 കൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ വിഭാഗവും അതോടൊപ്പം തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ പരിസരത്തുണ്ടായിരുന്നു. ഈ മരിച്ചവരിലും ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ പോലീസുകാരുണ്ട്. ഈ തഹസിൽദാർ ഉൾപ്പെടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും 7 പേർ ഈ ഘട്ടത്തിൽ മരിച്ചു എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധി ആളുകൾക്ക് 27-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ വലിയ സ്ഫോടനം തന്നെയായിരുന്നു. കാരണം 360 കിലോ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം ഡൽഹിയിൽ 60 കിലോ മാത്രമാണ് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ സ്ഫോടനത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ. പ്രദേശം മുഴുവൻ ഈ പൊട്ടിത്തെറിയിൽ കുലുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ള പ്രധാനപ്പെട്ട എന്തിനാണ് ശ്രീനഗറിലേക്ക് നൌഗാമിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ, നൌഗാം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ സ്ഫോടനത്തിന് മുമ്പേ തന്നെ ചില അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിരുന്നു. കാരണം ഡൽഹി സ്ഫോടനം ഇത്രയും ചെറുതായി മാറിയത് പോലും ജമ്മു കാശ്മീർ പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ്. വളരെ കൃത്യമായി ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക വിഭാഗം കഴിഞ്ഞ കുറേ നാളുകളായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്ന ചെറിയ നീക്കങ്ങൾ വളരെ കൃത്യമായി അവർ പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് ഭീകരവാദ സംഘടനകൾ, ജെയ്ഷ് ഇ മുഹമ്മദിനെയൊക്കെ തന്നെ പിന്തുടർച്ചക്കാരായി നിൽക്കുന്ന ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയെന്നും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു തുടങ്ങിയെന്നും വിവരം ജമ്മു കാശ്മീർ പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായ പരിശോധന നടത്തുകയും ഈ സൂചിപ്പിച്ച ആദിൽ അഹമ്മദ് അടക്കമുള്ള ആളുകളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. അതിൽ ആകെ പിടികിട്ടാനുണ്ടായിരുന്നത് ഉമർ നബി മാത്രമാണ്. പക്ഷേ ഉമർ നബി പിടിക്കുന്നതിന് ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പേ ജമ്മു കാശ്മീർ പോലീസിന്റെ ഒരു എക്സ്പോസ്റ്റ് വന്നിരുന്നു. അതിൽ അവർ വളരെ കൃത്യമായി പറഞ്ഞു, ഓടാവുന്നത്രയും ഓടിക്കോളൂ, പിന്നാലെ ഞങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് അന്ന് ആ സമയത്ത് പറഞ്ഞത്. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകമാണ് ഡൽഹിയിൽ ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ജമ്മു കാശ്മീർ പോലീസിന്റെ ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എത്രത്തോളം കൃത്യമായി പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ അവിടേക്ക് എത്തുന്നത്. കാരണം നൌഗാം പോലീസ് സ്റ്റേഷനിൽ നിരവധിയായ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം ജെയ്ഷ് ഇ മുഹമ്മദുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിക്കുന്ന പോസ്റ്ററുകളടക്കം ജമ്മു കാശ്മീരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രശാന്ത്, ഈ സംഭവം അതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ കൈകാര്യം ചെയ്തതിലെ വീഴ്ചയാണോ? ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടേണ്ടതില്ലേ? ശ്രീജയ്, ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ സുരക്ഷാ സേനയുടെ കൈവശമാണ്. അവർ പൂർണ്ണമായും ആ പ്രദേശം അടച്ചിട്ടുണ്ട്. കൃത്യമായി പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അന്വേഷണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമാണ് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഏതായാലും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കൃത്യമായി അതറിയാവുന്ന വിഭാഗം തന്നെയാണ് ഇത് പരിശോധിച്ചത്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിച്ച് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളാണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷേ ഏതായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു. കാരണം ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സാമ്പിളുകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഈ വസ്തുക്കൾ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പ്രശാന്തിനി, നമ്മൾ ബീഹാറിലേക്ക് വരികയാണ്. കാരണം വലിയൊരു വിജയമാണ് NDAക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെ സജീവമായി തന്നെ നടക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെ തുടരും, അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ആരൊക്കെ ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം മുന്നണി ഒന്നടങ്കം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് LJPയുടെ കാര്യം, അവർ കരുത്ത് തെളിയിച്ച ഒരു പശ്ചാത്തലത്തിൽ അവരെ കൂടി പരിഗണിക്കേണ്ടി വരില്ലേ? എങ്ങനെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്? പക്ഷേ ബീഹാറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ രാജ്യം തന്നെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കൊരു വിജയത്തിലേക്ക് തന്നെയാണ് ബീഹാറിൽ കാര്യങ്ങൾ എത്തി നിന്നത്. മാത്രമല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ BJP മാറി എന്നത് മാത്രമല്ല, ഒപ്പത്തിന് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ നിതീഷ് കുമാറുമായി ഒരു ധാരണയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവകാശവാദം BJPക്ക് ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, BJP ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി മാറി എന്നത് മാത്രമല്ല, നിതീഷ് കുമാറിന് BJPക്ക് നന്നായിട്ടറിയാം അധികാരം ഏത് തരത്തിൽ സ്വന്തമാക്കാൻ കഴിയും, നിലനിർത്താൻ കഴിയും. ആ കക്ഷികളെ കൂടെ കൂട്ടി സ്വന്തമായി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് ഭരണം മുന്നോട്ട് പോകാൻ കഴിയുന്ന നേതാവും അത്തരം നിലപാടുകൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ച് നിർണായകമായിരുന്നത്. ദേശീയ തലത്തിൽ BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവുകയാണ്, നിതീഷ് കുമാർ ഭരണ പിന്തുണ പിൻവലിക്കുമെന്നൊരു ആശങ്ക പോലും BJPക്ക് ഉണ്ടായിരുന്നു. കാരണം പ്രതിപക്ഷം അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നതായി വിവരങ്ങൾ നേരത്തെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ലഭിച്ചിരുന്നു, പ്രത്യേകിച്ച് BJPക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു അജണ്ട ഇട്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ നിതീഷ് കുമാറിന് കൂടുതൽ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ മുന്നണി മര്യാദയുടെ ഭാഗമായി നേരത്തെ തീരുമാനിച്ചത് പ്രകാരം തന്നെ നിതീഷ് കുമാറിലേക്ക് മുഖ്യമന്ത്രി പദം എത്തും. പക്ഷേ അത് പൂർണ്ണമായും 5 വർഷമാണോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. BJP ആണ് ഏത് തരത്തിലുള്ള നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടതാണ്. അതേസമയം തന്നെ ചിരാഗ് പാസ്വാൻ അതുപോലെ തന്നെ HAM അടക്കമുള്ള പാർട്ടികൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവരെ കൂടി പരിഗണിക്കേണ്ടി വരും. ഏതായാലും ചിരാഗിനെ എന്തായാലും ഒഴിവാക്കിക്കൊണ്ടൊരു നീക്കം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട ആരെങ്കിലും, ഒരുപക്ഷെ കഴിഞ്ഞ തവണ 2 ഉപമുഖ്യമന്ത്രിമാരായിരുന്നെങ്കിൽ ഇത്തവണ അതിനെണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില നീക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം പ്രതിപക്ഷ പാർട്ടിയിലെ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാടുകൾ പരിശോധിക്കേണ്ട സമയമായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയിൽ തന്നെയുള്ള ചില പാർട്ടികൾ ഉന്നയിക്കുന്നത്. ശരി പ്രശാന്ത്, ഏതായാലും ബീഹാറിൽ NDA മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുമ്പോൾ പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്. ഇനി ശബരിമലയിലെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ എന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. പത്മകുമാറിന്റെ അറസ്റ്റിനും സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും ജയശ്രീയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി K. ജയകുമാർ ഇന്ന് ചുമതലയേൽക്കും. ബോർഡ് അംഗമായി K. രാജുവും ചുമതലയേൽക്കും. ആതിര ചേരുകയാണ്. ആതിര, പത്മകുമാർ എന്ന SITയുടെ ചോദ്യമുനയിൽ എത്തുകയാണ്. ഒപ്പം തന്നെ K. ജയകുമാർ എന്ന സ്ഥാനമേൽക്കുന്നു. അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുള്ളൊരു ദിവസം. ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകും. 2 തവണയോളമായി ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരുന്നു. ആദ്യത്തെ തവണ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് രോഗവിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ SIT ചോദ്യം ചെയ്യാനായി പത്മകുമാറിനെ വിളിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ബന്ധുവിന്റെ മരണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല, അതുകൊണ്ട് സമയം നീട്ടി നൽകണമെന്നൊരു ആവശ്യമൊക്കെ പത്മകുമാർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ശക്തമായ നിലയിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു SIT. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകും. വാസുവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കാണ് ഈ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. മുൻ സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയെ ഉൾപ്പെടെ അറസ്റ്റൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിന് ഏതായാലും വിളിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച
ചൊവ്വാഴ്ച വരെയാണ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരെ കൂടെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ നിർണായകമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലേക്കൊക്കെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നീങ്ങുകയാണ്. മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കൂടെ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു നിർണായക അറസ്റ്റ് കൂടിയാകും എ പത്മകുമാറിന്റേത് ഉൾപ്പെടെ എന്നുള്ളതാണ്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ നിർണായകമാണ്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഏതായാലും ഈ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യൽ നീങ്ങുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ ജയകുമാർ ഈ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇന്ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ 12-ാം തീയതിയോടുകൂടി മുൻ ഭരണസമിതിയുടെ കാലാവധിയൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു. അതിനെ തുടർന്ന് ഇന്നാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ തന്നെ, ഈ ചുമതലയേൽക്കൽ ചടങ്ങൊക്കെ തന്നെ ഇന്നാണ് നടക്കുന്നത്. ഏകദേശം രാവിലെ 11:30 ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചായിരിക്കും ഈ ചുമതല ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഈ ദേവസ്വം അംഗമായിട്ട് ഈ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നാണ് ചുമതല ഏറ്റെടുക്കുക. നാളത്തോടെ ഈ മണ്ഡലകാലമൊക്കെ തന്നെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏതായാലും ഈ ചുമതല ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ മണ്ഡലകാലമൊക്കെ തന്നെ ആരംഭിക്കുന്ന ഒരു നിർണായക സമയത്ത് കൂടിയാണ് ചുമതല ഏതായാലും ഏറ്റെടുക്കുന്നത്. 11:30 തിരുവനന്തപുരത്തെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചായിരിക്കും കെ ജയകുമാർ ഉൾപ്പെടെയുള്ള പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതി ചുമതല ഏറ്റെടുക്കുക. എന്തായാലും എ പത്മകുമാർ ഇന്ന് അറസ്റ്റിലാകുമോ? വരും മണിക്കൂറുകളൊക്കെ വളരെയധികം നിർണായകം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അതിര രാധാകൃഷ്ണൻ. പാലത്തായി പീഡനക്കേസിൽ പ്രതി കെ പത്മരാജന്റെ ശിക്ഷാവിധി ഇന്ന്. തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി MT ജലറാണിയാണ് വിധി പറയുന്നത്. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കുമിടെ 3 തവണ അധ്യാപകൻ ബാത്റൂമിൽ കൊണ്ടുപോയി 4-ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. BJP തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു പത്മരാജൻ. കുട്ടിയുടെ സുഹൃത്തായ വിദ്യാർത്ഥിയും 4 അധ്യാപകരും ഉൾപ്പെടെ 40 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതാണ് പാലത്തായി പീഡന കേസ്. ചൈൽഡ് ലൈനാണ് 10 വയസ്സുകാരി പീഡനത്തിനിരയായ വിവരം ആദ്യം ലഭിച്ചത്. പൊയിലൂർ വിളക്കോട്ടൂരിലെ ഒളിയിടത്തിൽ നിന്ന് ഏപ്രിൽ 15 പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയുടെ ആവശ്യപ്രകാരം 2020 ഏപ്രിൽ 24 സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചതോടെ കുട്ടിയുടെ അമ്മ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. 2021 മെയ് മാസം പോക്സോ വകുപ്പുകൾ ചുമത്തി അടിയന്തര കുറ്റപത്രം സമർപ്പിച്ചു. ഇടുക്കി അയ്യപ്പൻകോവിൽ 3 ചെയിൻ മേഖലയിൽ പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിനായി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണ് 3 ചെയിൻ. ഈ സ്ഥലം വൈദ്യുതി വകുപ്പിന് ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിട്ടും കർഷകർക്ക് പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ 1800ഓളം കുടിയേറ്റ കർഷകരാണ് വർഷങ്ങളായി പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ജലാശയത്തിന്റെ പരമാവധി ജലനിരപ്പിൽ നിന്ന് 10 ചെയിനിലെ മുഴുവൻ ഭൂമിയും കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഈ തീരുമാനം മാറ്റി. എന്നാൽ ഇവർക്ക് പട്ടയം നൽകുന്നതിനെ KSEBയും റവന്യൂ വകുപ്പും എതിർത്തു. ഒരു തവണ സർവേ നടത്തുകയും അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരാൾക്കും പട്ടയം നൽകിയില്ലെന്ന് മാത്രമല്ല, കൈവശരേഖ കൊടുക്കാൻ പോലും റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല. 1948 അനുവദിച്ച് കിട്ടിയ ഈ ഭൂമിക്ക് ഇന്നും പൂർണ്ണമായും പട്ടയം നൽകാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പല ഗവൺമെൻറ്റുകൾ രാജ്യത്ത് വന്നുവെങ്കിൽ പോലും അവരുടെ എല്ലാം മുമ്പിൽ ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഭൂമിക്ക് പട്ടയം തരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ പ്രശ്നം വളരെ സങ്കീർണമായി കിടക്കുകയാണ്. നിരവധി തവണ കർഷകർ സമരം നടത്തി. MM മണി വൈദ്യുതി മന്ത്രിയായതോടെ KSEBയുടെ എതിർപ്പ് മാറിയിരുന്നു. എന്നാൽ 3 ചെയിനിൽ പട്ടയം നൽകുന്നതിനെ റവന്യൂ വകുപ്പ് എതിർത്തു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് 3 ചെയിനിലാണ്. 7 ചെയിനിൽ പട്ടയം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ ഒരു 100 പേരെ 7 ചെയിനിൽ താമസിക്കുള്ളൂ. ബാക്കി 900 പേരും 3 ചെയിനിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ബാക്കി എല്ലാവരും 7 ചെയിനിലുള്ളവരാണ്. നേതാക്കന്മാരെല്ലാം 7 ചെയിനിലുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് പട്ടയം കിട്ടി, ബാക്കിയുള്ളവർക്ക് പട്ടയം കിട്ടിയില്ല. പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൈവശരേഖ നൽകുന്നതിന് പോലും റവന്യൂ വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായുള്ള 100 കണക്കിന് കർഷകരുടെ കാത്തിരിപ്പ് അനന്തമായി നീളുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ കൊല്ലം ജില്ലയിൽ പലയിടത്തും പ്രവർത്തകരുടെ ഇടയിൽ അതൃപ്തിയൊക്കെയുണ്ട്. പക്ഷേ
തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ പേരയം വാർഡിൽ പക്ഷേ സ്ഥിതി മറിച്ചാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിൽ കൂടി BJP മെമ്പറായ വസന്തകുമാരി അവിടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJP ഇത്തവണ പുതിയ സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തിറക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി പറയാതെയാണ് മെമ്പർ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ്. പുതിയ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിച്ചാൽ സ്വതന്ത്രയായി മത്സരിക്കാനാണ് വസന്തകുമാരിയുടെ തീരുമാനം. ഇത്തവണയും ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ തീരുമാനിച്ച സമയത്ത് എനിക്ക് ചിഹ്നം തരത്തില്ല എന്ന്, അതായത് താമര ചിഹ്നം തരത്തില്ല എന്നാണ് എൻ്റെ ഇവിടുത്തെ BJP പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഞാൻ നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ എൻ്റെ വാർഡിലെ ജനങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിൽക്കണമെന്ന്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡായ പേരയത്ത് കഴിഞ്ഞ 25 വർഷമായി BJPയുടെ മെമ്പറാണ് വസന്തകുമാരി. ഓരോ തവണ മത്സരിക്കുമ്പോഴും ജനപിന്തുണ കൂടി വരുന്നതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം തെളിവാണെന്ന് മെമ്പർ പറയുന്നു. ഇത്തവണയും മത്സരിക്കാനായി തീരുമാനിച്ചെങ്കിലും BJP പ്രാദേശിക നേതൃത്വം പുതിയ ഒരാൾ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലാണ്. ഞാനും എൻ്റെ അണ്ണനും കൂടെ പോയാണ് എല്ലായിടവും ബുക്കിട്ടടിക്കുന്നത്. ആ ബുക്കിട്ടടിച്ച സ്ഥലത്ത് തന്നെ ഒരിടത്ത്, ഞാൻ ഇപ്പം പറയാതിരിക്കാകത്തില്ല, ഒരു സ്ഥലത്തൊന്ന് വെള്ളയടിച്ച് എൻ്റെ ഹസ്ബൻഡ് പോയി വെള്ളയടിച്ചിട്ട് വസന്ത ബാലേന്ദ്രന് സ്വാഗതം, ഒരു ചിഹ്നം എഴുതിയില്ല, ഒന്നും എഴുതിയില്ല, ഒരു പാർട്ടി എഴുതിയില്ല, ഒന്നും എഴുതിയില്ല. അവിടെ പോയിട്ട് അവിടെ അവന്മാർ നോക്കിക്കൊണ്ട് എൻ്റെ BJPക്കാർ പോയിട്ട് എൻ്റെ പേർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. തന്നെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി പോസ്റ്ററുകളും ചുവരെഴുത്തുകളും വസന്തകുമാരി മെമ്പർ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ആ പോസ്റ്ററുകൾ കീറിമാറ്റി പകരം ബൈജു പുതുച്ചിറ എന്ന പുതിയ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ പഞ്ചായത്തിൽ പലയിടത്തും കണ്ടു തുടങ്ങി. അപ്പോഴും വസന്തകുമാരി മെമ്പർ പിന്മാറാൻ തയ്യാറല്ല. BJP പ്രവർത്തകർ കൂടെയില്ലെങ്കിലും ഒറ്റയ്ക്ക് വോട്ട് ചോദിച്ച് വീടുകൾ തോറും കയറി തുടങ്ങി. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മെമ്പർ വോട്ട് ചോദിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് പാർട്ടിയുടെ പേരിന് പ്രസക്തിയെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരെയും തുല്യരായി കാണണമെന്നതുമാണ് വസന്തകുമാരി മെമ്പറുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ BJP ഇത്തവണ ഒഴിവാക്കിയാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും വസന്തകുമാരി മെമ്പർ പറയുന്നു. ഒരു വോട്ടർ പട്ടിക പേര് ചേർക്കാനോ ഒരു ലഘുരേഖ കൊടുക്കാനോ എന്നെ വിളിക്കാഞ്ഞതാ. ഇത് എൻ്റെ നേതൃത്വം അറിയണം. ഒരു ലഘുരേഖ കൊടുക്കാൻ പോലും എന്നെ വിളിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം എന്താ? ഞാനൊരു മെമ്പറല്ലേ, ഞാൻ BJPയുടെ മെമ്പറല്ലേ. ഞാൻ എന്തെങ്കിലും എൻ്റെ കൊള്ളരുതായ്മ ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കട്ടെ, ഞാൻ മാറാം. പക്ഷേ അല്ലാത്ത പക്ഷം വസന്ത മെമ്പർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ. അമൃത ന്യൂസ്, കൊല്ലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളൊക്കെ, അതിൻ്റെ വിൽപ്പന, അതൊക്കെ എങ്ങനെ തകൃതിയായി നടക്കുകയാണ്. നഗരഗ്രാമങ്ങൾ എന്നൊരു വ്യത്യാസമില്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡൊക്കെ കൂടിയത്. ഫ്ലെക്സിന് നിരോധനമുണ്ട്. അതുകൊണ്ട് പുതിയ തരം ഉൽപ്പന്നങ്ങൾക്കൊക്കെയാണ് ആവശ്യക്കാർ കൂടുതൽ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചയുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇനി ഓളമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയിലും തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ വിൽപ്പനയ്ക്കും ചൂടുപിടിച്ചു. ഫ്ലക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കൊറഗേറ്റഡ് ബോർഡുകളാണ് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന മുഖവുമായി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടുകാർക്ക് മുൻപിലെത്തുന്നത്. കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നുമെന്നതും നല്ല ഫിനിഷിംഗ് ഉണ്ടാകുമെന്നതുമാണ് ഈ ബോർഡിന്റെ പ്രത്യേകത. വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളും മറ്റും പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളും വിലക്കുറവിൽ ലഭ്യമാണെന്നതിനാൽ ഇത് സ്വന്തമാക്കാനുള്ള തിരക്കിലാണ് പ്രവർത്തകർ. പാർട്ടികളുടെ കൊടികളുടെ മാതൃകയിലും ചിഹ്നങ്ങളും അടങ്ങിയ ഹെഡ് ബാൻഡ്, റിസ്റ്റ് ബാൻഡ്, പുതിയ തരം തൊപ്പികൾ എന്നിവയും ഇത്തരം കടകളിൽ ലഭ്യമാണ്. വെറൈറ്റികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ചെസ്റ്റ് ബാഡ്ജ് എന്ന് പറഞ്ഞാൽ വിലക്കുറവുള്ള നല്ല UV മെറ്റീരിയൽസ്, അതുപോലെ അതിന് ഇതാ ഒറിജിനൽ പേപ്പറിൽ തന്നെയാണ്, ഒരു പ്ലാസ്റ്റിക് മിക്സും ഇല്ലാതെ ഈ ബോർഡ് വളരെ ചീപ്പ് റേറ്റിന് നമ്മൾ നൽകും. അത് പുതിയൊരു വെറൈറ്റി ഐറ്റമാണ് ഈ വർഷം ഇറങ്ങിയതാണ്. സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും നൽകാൻ സ്വന്തം ഫോട്ടോയും ചിഹ്നവും പ്രിന്റ് ചെയ്ത കീ ചെയിനുകളും ഒരുക്കി നൽകുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക തള്ളുന്ന അവസാന ദിവസം മുതൽ പ്രചാരണത്തിന് കേവലം 15 ദിവസം മാത്രമേ ഉള്ളൂവെങ്കിലും പ്രചരണം കൊഴിപ്പിക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികളും. അമൃത ന്യൂസ്, കോഴിക്കോട്. വൈത്തിരി പഞ്ചായത്തിൽ 25 വർഷമായി തുടരുന്ന ആധിപത്യം
ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞുവെന്ന LDF വാദങ്ങളെ തള്ളുകയാണ് UDF. ഭരണമാറ്റം ഇക്കുറിയുണ്ടാകും എന്നാണ് UDFന്റെ പ്രതീക്ഷ. വയനാടിന്റെ പ്രവേശന കവാടമായ വൈത്തിരി പഞ്ചായത്തിന്റെ ഭരണം LDF നിലനിർത്താൻ തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ട് പിന്നിട്ടു. ഇക്കുറിയും മാറ്റം വരില്ലെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് LDF. ആരോഗ്യം, കാർഷിക മേഖല, വിനോദസഞ്ചാര പശ്ചാത്തല വികസനം എന്നിവയിൽ മുൻഗണന നൽകി വികസനം പഞ്ചായത്തിൽ നടപ്പാക്കിയെന്നാണ് LDF അവകാശപ്പെടുന്നത്. ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളും സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു. കഴിഞ്ഞ 5 വർഷവും വ്യത്യസ്തതയോടുകൂടി തന്നെ സമസ്ത മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഒരു ടൗൺഷിപ്പിലേക്ക് നമ്മുടെ വൈത്തിരി എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തിനപ്പുറത്തേക്കായി ഇന്ന് ഏറ്റവും മികച്ച ടൂറിസത്തിന്റെ അതിപ്രധാനമായിട്ടുള്ള ഒരിടമായി ഇന്ന് മാറുകയാണ്. ഏറ്റവും മികച്ചത് എന്താണോ ഈ നാട്ടിൽ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് എൻ്റെ ഭരണസമിതിയുടെ കാലത്ത് ഇത്രയും ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചതാണ് ഏറ്റവും മികച്ച കാര്യം എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വൈത്തിരിയിൽ ഒരാൾ പോലും പട്ടിണിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് മാറുകയാണ്. അതിന് കരുത്തു വരുന്നത് അതിദരിദ്രമില്ലാത്ത കേരളം ഉൾപ്പെടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തി. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ ജോബ് റിക്രൂട്ട്മെന്റ് റാലികൾ ഉൾപ്പെടെയൊക്കെ നടത്തുന്ന നില സംബന്ധിച്ചിട്ടുണ്ടായി. വലിയ ഹാപ്പിയിലേക്ക് ജനങ്ങൾ എത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റ്. എന്നാൽ LDF ഭരണം പഞ്ചായത്തിനെ പിന്നോക്കാവസ്ഥയിൽ എത്തിച്ചുവെന്നാണ് UDFന്റെ ആരോപണം. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായിട്ടും ഉപയോഗപ്പെടുത്താൻ ഭരണസമിതിക്ക് സാധിച്ചില്ല. മാലിന്യ സംസ്കരണ മേഖലയിലും തികഞ്ഞ പരാജയം. വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഇന്നും 14 വാർഡ്, ഇപ്പോൾ പുതുതായി വന്ന 15 വാർഡിലും പ്ലാസ്റ്റിക് ഷെഡിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉൾപ്പെടെ എണ്ണി കാണിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭരണസമിതി അവസാനിപ്പിക്കുമ്പോൾ. വൈത്തിരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂക്കോട് തടാകം. വൈത്തിരിയിൽ നിന്ന് പൊഴുതയിൽ നിന്നും പൂക്കോട് തടാകത്തിലേക്ക് പോകുന്ന കോളിച്ചാൽ 16 റൂട്ടിൽ കൂടെ ഇന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷിന്റെ വാർഡിൽ പോലും ഗതാഗത യോഗ്യമല്ലാത്ത റോഡാണ് എന്ന് ജനം പരസ്യം പറയുന്ന രീതിയിലേക്ക് മാറുകയാണ്. പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതിപ്രസരണം മാത്രം നിലനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ അകത്ത് ഭരണം നടത്തിയിരിക്കുന്നത്. UDFന്റെ ഉരുക്കുകോട്ടയായ വൈത്തിരി 2000 മുതലാണ് ഇടതിന്റെ കൈകളിലെത്തിയത്. ഇക്കുറിയും ആ മുന്നേറ്റം തുടരാനുള്ള പ്രവർത്തനം ഇടത് ക്യാമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. LDFന്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ UDFും ശക്തമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, വയനാട്. മാറ്റം അനിവാര്യമാണെന്ന് കോർപ്പറേഷനിലെ കല്ലായി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ സംവിധായകൻ VM വിനു പറഞ്ഞു. സാംസ്കാരിക, സാഹിത്യ, കായിക മേഖലകളിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പര്യാപ്തമല്ല എന്നും VM വിനു അമൃത വാർത്തകളോട് പറഞ്ഞു. UDF പറഞ്ഞതുപോലെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ഹൃദയസ്പർശിയായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച VM വിനുവാണത്. VM വിനു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ കളരിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. എന്തു തോന്നുന്നു? ഞാൻ ജനിച്ച് വളർന്ന് നടന്നൊരു നഗരമെന്ന നിലയിലും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഒന്ന് ശ്രമിക്കാനുള്ളൊരവസരം കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കല്ലായി പോലുള്ള സ്ഥലത്ത് UDFന് വലിയ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. എങ്കിൽ പോലും അവിടെ ശക്തമായ ഒരു മത്സരത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. എൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ? മാനസികമായിട്ട് ഞാൻ ഒരു തയ്യാറെടുപ്പിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ നല്ലൊരു നിരീക്ഷകനാണ്. ഈ ഇപ്പോൾ കറണ്ട് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ എനിക്ക് ചെറിയ ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കല്ലായി എന്ന് പറഞ്ഞാൽ എനിക്ക് അപരിചിതമായ സ്ഥലമല്ല, എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ DCC നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ എന്നെക്കാളും പാരമ്പര്യമുള്ള പ്രവർത്തകരാണ്, അവരെ തീരുമാനിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രത്യേക ഒരു ഒരുക്കം എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇറങ്ങുമ്പോൾ വരികയാണ്. നമുക്ക് മറ്റൊന്നല്ല, അത് ഞാനെന്ന സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമല്ല ഞാൻ ലക്ഷ്യമാക്കുന്നത്. കോഴിക്കോട് UDF വരണം. കോഴിക്കോട് നഗരം ഈ പ്രാവശ്യം UDFൻ്റെ കയ്യിലേക്ക് കിട്ടണം. എങ്കിൽ മാത്രം 45 വർഷമായിട്ടുള്ള ഒരു വളർച്ചയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരണം. ഒരു പൊതുപ്രവർത്തകനായി കഴിഞ്ഞാൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.
വന്യമൃഗശല്യം ഉൾപ്പെടെ രൂക്ഷമായ കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയായ മുക്കം നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു കയറുമെന്ന് പറയാനാകില്ല. വെൽഫെയർ പാർട്ടി, BJP ഇവരെല്ലാം നേടുന്ന ചെറിയ വിജയം പോലും ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും സാധ്യതകളെ സ്വാധീനിക്കും. മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എങ്ങനെയാണെന്ന് നോക്കാം. മലയോര കർഷകർക്ക് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുള്ള നഗരസഭയാണ് കോഴിക്കോട് മുക്കം നഗരസഭ. വെൽഫെയർ പാർട്ടി, BJP എന്നിവർ നേടുന്ന സീറ്റുകളും മുക്കം നഗരസഭ ആരു ഭരിക്കും എന്നതിൽ നിർണായകമാകും. LDF നല്ല ഭരണമല്ലേ? അതൊരു ഉറപ്പും പറയാൻ പറ്റാത്ത കളിയാ. അത് ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ CPM ഉണ്ടാവും, അല്ലെ കോൺഗ്രസോ ലീഗ് രണ്ടും പാടായിരിക്കും. ആദ്യം വരെ ഈ റോഡും കാര്യങ്ങളും നന്നാക്കണം, എന്നിട്ടല്ല ബാക്കി കാര്യങ്ങൾ. LDF വിമതന്റെ ഇതോട് കൂടിയിട്ടാണ് CPM ഭരിച്ചത്. കാഴ്ചപ്പാടിൽ രണ്ടും ഡ്രോ ആയി നിൽക്കേണ്ട ചാൻസിലേക്കാണ്. 2015 നഗരസഭാ രൂപീകരണ സമയത്ത് തന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള ഇടതുപക്ഷത്തിന്റെ ബാന്ധവത്തെ ചൊല്ലി വാർത്തകളിൽ ഇടം പിടിച്ച നഗരസഭയാണ് മുക്കം നഗരസഭ. 2015 LDF 18 സീറ്റ് നേടിയപ്പോൾ UDF 11, വെൽഫെയർ പാർട്ടി 3 എന്നിങ്ങനെയായിരുന്നു നില. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ നഗരസഭ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ UDFന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. 2020 ആകെ 33 സീറ്റിൽ 15 സീറ്റ് CPM നേടി. UDF 12, വെൽഫെയർ പാർട്ടി 3, BJP 2, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയായിരുന്നു. ലീഗ് വിമതനായ സ്വതന്ത്രന്റെ പിന്തുണയോടെ രണ്ടാം തവണയും ഇടതുപക്ഷം തന്നെ ഭരിച്ചു. വികസന തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കുന്ന ഇടതുപക്ഷം വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് ഇനിയില്ലെന്ന നയം വ്യക്തമാക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയുടെ തീരുമാനം തന്നെ ഉണ്ട്. അവരുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ പാർട്ടി തീരുമാനം. അവർക്കെതിരെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത്. അവരുടെ കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷം എപ്പോഴും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ഈ ഭരണകാലയളവിൽ 2 തവണ UDF അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും മുക്കത്ത് LDF അതിജീവിച്ചു. വന്യമൃഗശല്യത്താൽ വലയുന്ന കർഷകർ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ കുറവ് എന്നിവയെല്ലാമാണ് UDFന്റെ പ്രചരണായുധം. അതേസമയം ചുണ്ടിനും കപ്പിനുമിടയിൽ 2 തവണ ഭരണം നഷ്ടപ്പെട്ട UDF വെൽഫെയർ പാർട്ടിയുടെ സഹായം ലഭിച്ചാൽ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ്. 2015 LDFനോടൊപ്പം നിന്ന് മത്സരിക്കുകയും അവർ വലിയ മാല ഇട്ടുകൊണ്ട് ഈ അങ്ങാടിയിലൊക്കെ പ്രകടനം നടത്തി UDFനെ ചീത്ത പറഞ്ഞ പാർട്ടിയാണ്. എന്നാൽ അവർ പിന്നീട് LDFന്റെ തെറ്റായ നയം മനസ്സിലാക്കിക്കൊണ്ട് അവർ കഴിഞ്ഞ തവണ UDFനെ പുറത്തുനിന്ന് പിന്താങ്ങിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. UDFനെ പുറത്തുനിന്ന് പിന്താങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണമില്ലാത്ത ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമുണ്ട്. കാരണം ഇവിടുത്തെ ഭരണത്തിൽ നടക്കുന്ന വൈകല്യങ്ങൾ കൃത്യമായി തുറന്നു കാണിക്കുവാൻ അവരുടെ കൂടി സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ നിഗൂഢമായ ചുഴികൾ പോലെയാണ് മുക്കം നഗരസഭയിലെ ജനങ്ങളുടെ മനസ്സും. തെരഞ്ഞെടുപ്പിന് ശേഷവും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വന്നാൽ എന്തൊക്കെ കരുനീക്കങ്ങൾ നടക്കുമെന്നത് പ്രവചനാതീതം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നഗരസഭ UDFന് ബാലികേറ മലയാണ്. 6 പതിറ്റാണ്ടായി LDFനൊപ്പം നിൽക്കുന്ന കൊയിലാണ്ടി നഗരസഭ പിടിക്കാൻ അഭിമാന പോരാട്ടത്തിനൊരുങ്ങുകയാണ് UDF. ഇരു മുന്നണികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലും ആണ്. കൊയിലാണ്ടി ആദ്യത്തെ മാതിരിയൊന്നുമല്ല, നല്ല വികസനം. എല്ലാ റോഡും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ പോക്കാണ്. മറ്റു കാര്യങ്ങളൊന്നും മോശമല്ല, ഒരുപാട് മാറ്റം ഉണ്ടായി. മുനിസിപ്പാലിറ്റിയിൽ ചെയ്യുന്ന എല്ലാം നല്ല കാര്യം, നല്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് നല്ല വികസനം നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ പാർക്കുകൾ, പിന്നെ വീടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ, ശുചീകരിക്കുന്ന കാര്യത്തിൽ എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാട് ഈ 5 വർഷം നല്ല പുരോഗതി വന്നിട്ടുണ്ട്. 44 ഡിവിഷനുകളുള്ള കൊയിലാണ്ടി നഗരസഭയിൽ 25 സീറ്റുകളിലും LDF ആണ്. 24 സീറ്റിൽ CPMഉം ഒരെണ്ണത്തിൽ CPIയും. 16 ഡിവിഷനുകളാണ് UDFനൊപ്പമുള്ളത്. കോൺഗ്രസിന് 10ഉം മുസ്ലിം ലീഗിന് 16 സീറ്റുകളുമുണ്ട്. 3ഇടത്ത് BJPയാണ്. ഡിവിഷൻ പുനർനിർണയത്തിൽ 2 ഡിവിഷൻ കൂടി ഇത്തവണ വർദ്ധിക്കുമ്പോൾ 46 ആവും. LDFന് എന്നതിലുപരി CPMന് വ്യക്തമായ സ്വാധീനമുള്ള നഗരസഭ. 1995 കൊയിലാണ്ടി നഗരസഭയാകുന്നത്. അതിനു മുമ്പ് പഞ്ചായത്തായിരുന്ന കാലത്ത് UDFനായിരുന്നു മുൻതൂക്കം. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കൊയിലാണ്ടിയിൽ LDF ഇത്തവണയും തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കൊയിലാണ്ടിയിൽ നടന്നിട്ടുണ്ട്. കാരണം പഞ്ചായത്തിന് അപ്ഗ്രേഡിന് ശേഷം ഇങ്ങോട്ട് പശ്ചാത്തല സൗകര്യങ്ങൾ പൂർണ്ണമായും നഗരസഭയുടെ ഭരണം വന്നതിന് ശേഷമാണ്, നഗരസഭ ആയതിനു ശേഷമാണ് വന്നിട്ടുള്ളത്. ബസ് സ്റ്റാൻഡായാലും അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളായാലും പൊതുരംഗത്ത് പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ
നഗരസഭ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം 6 പതിറ്റാണ്ടുകാലമായി കൊയിലാണ്ടി വികസന മുരടിപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF പറയുന്നു. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം, വെളിച്ചം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിവെള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലമായി 220 കോടി രൂപ അമൃത പദ്ധതിയിൽ വെച്ചിട്ട് നമുക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ആ കുടിവെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല റോഡുകളൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യം എങ്ങനെ, വെളിച്ചം അതുപോലെ തന്നെ വളരെ ആവശ്യമാണ് വെളിച്ചം. അപ്പം കണ്ണൂരുള്ള ഫീഡറിൽ നിന്നാണ് ഇവിടെ വെളിച്ചെത്തുന്നത്. നമുക്ക് ആവശ്യമായൊരു സബ്സ്റ്റേഷന് സ്ഥലം കണ്ടെത്താൻ ഇന്ന് വരെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടില്ല. പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ചരിത്രമുറങ്ങുന്ന കൊയിലാണ്ടി മലബാറിന്റെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ തങ്കലിപികളിൽ എഴുതി ചേർത്ത കൊയിലാണ്ടിയിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തീപാറും. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കരൾ രോഗബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കൊച്ചി വൈപ്പിൻ സ്വദേശി ജെൻസനാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. 50 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കായി വേണ്ടത്. മരപ്പണിക്കാരനായിരുന്നു ജെൻസൺ. മഞ്ഞപ്പിത്തം ബാധിച്ചാണ് യുവാവിന്റെ കരൾ തകരാറിലായത്. ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. രോഗം മൂർച്ഛിച്ചതോടെ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റിയത്. ജെൻസന് കരൾ നൽകാൻ അമ്മയും ഭാര്യയും തയ്യാറാണ്. എന്നാൽ 50 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയയ്ക്കായി ചിലവ് വരും. ട്രാൻസ്പ്ലാന്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വൈഫിൻ്റെ അമ്മയുടെ മാച്ചായിട്ടുള്ള കാരണം ആരുടെയെങ്കിലും ചെയ്യാനുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. സർജറിക്ക് എത്ര വേണ്ടി വരുമെന്നാണ് പറയുന്നത്? സർജറിക്ക് അവർ ടെസ്റ്റുകളും ഓപ്പറേഷനും അതിന് ശേഷമുള്ള ഒരു ചിലവും എല്ലാം കൂടി 50 ലക്ഷം രൂപയോളം വേണ്ടി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഏകദേശം. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇനി ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മാസങ്ങളിൽ തന്നെ അതെല്ലാം പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നേക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടെ അഡ്മിറ്റ് ആവും. ജെൻസനും ഭാര്യയും 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളും ജെൻസന്റെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് കുടുംബം. രോഗബാധിതനായതോടെ ജെൻസന് ജോലിക്ക് പോകാൻ സാധിക്കാതെയായി. ഭാര്യ റിൻസി തുണിക്കടയിൽ ജോലിക്ക് പോയാണ് ഇപ്പോൾ ചികിത്സയും വീട്ടിലെ കാര്യങ്ങളും നോക്കുന്നത്. ജെൻസന്റെ പിതാവ് ഒരു അപകടത്തെ തുടർന്ന് ചികിത്സയിലാണ്. ഇവരുടെ ബന്ധുവാണ് ഇപ്പോൾ പിതാവിനെ സംരക്ഷിക്കുന്നത്. ഇവിടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചേച്ചിയാണ് നോക്കുന്നത്, കസിൻ ചേച്ചി. അപ്പോൾ അവരാണ് അപ്പൻ്റെ മരുന്നിന് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ ഇത്രയും നാളും കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ സർജറിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് നിർമ്മിച്ച വീട് വായ്പ മുടങ്ങിയതോടെ ജപ്തി ഭീഷണിയിലുമാണ്. സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജെൻസന്റെ ചികിത്സ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. ലക്ഷങ്ങൾ ചിലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഇനിയും സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. അമൃത ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പുകളിലെ വനിതാ സംവരണം 33% ഇനിയും അത് നടപ്പാക്കാൻ കടമ്പകൾ ഏറെയാണ്. വനിതാ ജംഗ്ഷൻ പരിശോധിക്കുകയാണ്, നോക്കാം. നമസ്കാരം. മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സംസ്ഥാനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ സജീവമായി പുരോഗമിക്കുന്നു. മത്സരരംഗത്ത് സ്ത്രീകളുടെ കൃത്യമായ പങ്കാളിത്തം. സംവരണത്തിന്റെ ആനുകൂല്യം ഇല്ലാതെ തന്നെ മത്സരരംഗത്ത് ഇറങ്ങുകയാണ് സ്ത്രീകൾ. 50% എന്ന പങ്കാളിത്തവും മറികടന്നാണ് ഇക്കുറി സ്ത്രീ സാന്നിധ്യം. മുന്നണികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലാണ് പലരുടെയും പ്രവർത്തന മികവ്. എന്നാൽ തദ്ദേശത്തിലെ ഈ പങ്കാളിത്തം എന്തുകൊണ്ട് നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. നിയമനിർമ്മാണം നടപ്പാക്കുക തന്നെ വേണ്ടേ ഇക്കാര്യത്തിൽ? ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്.
സ്വപ്ന, ഞാൻ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥികളൊക്കെ വരികയാണ്, സ്ത്രീകളാണ് കൂടുതൽ എന്നുള്ളത് വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ അറിയാം 50% സ്ത്രീ സംവരണം നമ്മൾ നടപ്പാക്കുന്നുണ്ട് എന്ന്. ആ സംവരണം പക്ഷേ ലോക്സഭയിലും നിയമസഭയിലും ഒന്നും നടപ്പാക്കാനുള്ളൊരു ആർജവം നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും സ്ത്രീ പങ്കാളിത്തവും എങ്ങനെയാണ് സ്വപ്ന ഇതിനെ കാണുന്നത്? ശരിക്കും 2 ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2 ദിവസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലുണ്ടായ ജസ്റ്റിസ് BV നാഗരത്നയുടെ ഒരു പരാമർശങ്ങളെ ഞാൻ ഒന്ന് പറയുകയാണ്. അതായത് ഈ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലും പാർലമെൻറ്റിലും എന്തുകൊണ്ട് 33% സംവരണം പോലും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. അതിനുള്ള മറുപടിയായിട്ട് സുപ്രീം കോടതി പറഞ്ഞ പരാമർശം ഇങ്ങനെയാണ്: നമ്മുടെ ഇന്ത്യയിൽ ന്യൂനപക്ഷമെന്ന് പറയുന്നത് സ്ത്രീകളാണ്. 48%, അതായത് ജനസംഖ്യയുടെ 48% വരുന്ന സ്ത്രീകളാണ് യഥാർത്ഥ ന്യൂനപക്ഷം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഈ രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ 78 വർഷം കഴിയുകയാണ്, എന്തുകൊണ്ട് ഇത്രയും വർഷമായതിനു ശേഷവും നമ്മൾ മുന്നോട്ട് വരുന്നില്ല? സ്ത്രീകൾക്ക് രാഷ്ട്രീയ മേഖലയിൽ ജനാധിപത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്തുകൊണ്ട് തുല്യ പങ്കാളിത്തം, ലിംഗസമത്വം നൽകുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ജസ്റ്റിസ് BV നാഗരത്ന ഉന്നയിച്ചത്. എടുത്തു പറയേണ്ട കാര്യം, ജസ്റ്റിസ് BV നാഗരത്നയാണ് സുപ്രീം കോടതിയിലുള്ള ഏക വനിതാ ജഡ്ജി എന്നത്. ഈ ഒരു ചോദ്യം ഉയർത്തുന്ന ചിന്തകൾ ഒരുപാടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ, ഒരുപക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന നിയമസഭ അവിടെ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ല. ആഗോള തലത്തിൽ തന്നെ ഒരു കണക്കുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ തലപ്പത്ത്, അതായത് ഈ രാഷ്ട്രീയ മേഖലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാകുന്നത് ആഗോള തലത്തിൽ ഇത്രയും രാജ്യങ്ങളെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് 26.5% എന്ന് മാത്രമാണ്. മാത്രമല്ല ഇതിൽ ഈ മിനിസ്റ്റീരിയൽ തലത്തിൽ, അതായത് ഒരു ഹെഡ് ഓഫ് ദി നേഷൻ എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നതിൽ വെറും 22.9% മാത്രമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മുടെ രാജ്യത്തും സ്വാഭാവികമായും ഉണ്ടാകുന്നത്. പക്ഷേ കാലാകാലങ്ങളായി നമ്മൾ ഈ പറഞ്ഞതുപോലെ ലിംഗസമത്വം ആവശ്യപ്പെട്ട സ്ത്രീകളെ പാർശ്വവൽക്കരിക്കാതെ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ, അത് നിയമ നടപടികളിലൂടെ തന്നെ അത് മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ട ഒരുപാട് സമരങ്ങൾ, ആവശ്യങ്ങളൊക്കെ മുൻപേ ഉയർന്നു വന്നതാണ്. നമ്മുടെ പാർലമെൻറ്റുകളടക്കം ഇതിനു വേണ്ടിയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമെല്ലാം സാക്ഷ്യം വഹിച്ചതുമാണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ 2023 പറഞ്ഞതുപോലെ വനിതാ സംവരണ ബിൽ പാസ്സാവുകയാണ്. പക്ഷേ പാസ്സായതിന് ശേഷവും എന്താണ് അവസ്ഥയെന്ന് ചോദിക്കുമ്പോൾ വളരെ രസകരമാണ്. അതായത് 15% താഴെ മാത്രമാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ പാർലമെൻറ്റിലേക്കുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിൽ വീഴ്ച വരുന്നത്? പലപ്പോഴും ഈ പുരുഷ കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക ഘടനകളിൽ, നമ്മുടെ ഘടനകളിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ, ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തെ ഒരുപക്ഷെ ഏറ്റവും മാതൃകയാക്കേണ്ടത് എന്ന് തോന്നുന്നു. അതായത് 50% സംവരണമെന്ന് മാത്രമല്ല, 50-ലധികം ജനപ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്ക്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ എന്തൊക്കെ കാരണങ്ങൾ ഇതിന് ഉണ്ടാകുമെന്നാണ് അഖിലേക്ക് തോന്നുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും 50% വനിതാ സംവരണം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 50 പേര്, അതായത് പകുതി പേരെന്തായാലും വനിതകൾ വേണമല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2025 ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ വരാനുള്ള കാരണം സ്ത്രീകൾ കുറച്ചുകൂടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന കാലത്താണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ആശാവർക്കർമാരായിട്ടും ഹരിതകർമ്മസേനയായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ വരുന്നുണ്ടല്ലോ, ഹരിതകർമ്മസേനയായിട്ടും അതിനപ്പുറം തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ആയിട്ട് നമ്മുടെ വീടുകളിലെത്തുന്നു, കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ത്രീകളുടെ ഓരോ ഇടങ്ങളുടെയും അവരുടെ പങ്കാളിത്തം കൂടുകയാണ്. സ്വാഭാവികമായി അവരുടെ നേതൃപാടവം അതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുന്ന ഒരു പശ്ചാത്തലം. നമ്മളിപ്പോൾ മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ എല്ലാവരും പരസ്പരം അറിയുന്നവരായിരിക്കും. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. അതായത് ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തദ്ദേശ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും മുന്നണികളെക്കാൾ അപ്പുറം ഈ ബന്ധങ്ങൾക്കാണ് ഒരുപക്ഷെ കൂടുതൽ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് മുന്നണികൾക്ക് ഇപ്പോൾ ആരെ മാറ്റി നിർത്തണം, ആരെ എടുക്കണം എന്നുള്ള ഒരു സംശയം വരുന്ന സാഹചര്യം. കാരണം എല്ലാവരും നേതൃപാടവത്തിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞു. പലരും നമ്മുടെ ഇപ്പോൾ കുടുംബശ്രീയിലൊക്കെ ആദ്യം പ്രവർത്തിക്കുന്നത് പോലെ അല്ല ഇന്നത്തെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഈ കാലങ്ങളിൽ
പോസിറ്റീവായി വലിയ മാറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. അത് സ്ത്രീകളുടെ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ആളുകളുമായി ഇടപെടാൻ നേരത്തെ ഇപ്പം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സംവരണം ആദ്യകാലങ്ങളിൽ കൊണ്ടുവരുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നുവെങ്കിലും ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ ആരെങ്കിലും പിന്നിൽ നിന്ന് അവരെ നയിക്കുകയാണ് ചെയ്യുക. സാധാരണ ഈ അജണ്ടകൾ പോലും ഭർത്താക്കന്മാർ ഒപ്പിട്ട് കൈപ്പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അവിടെ നിന്ന് മാറി ഇപ്പൊ സ്ത്രീകൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനുള്ള നേതൃപാഠവും അവർക്കുണ്ടായിട്ടുണ്ട്. അതായത് ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ അച്ഛൻ്റെ ഒക്കെ പിന്നിൽ നിന്നവർ ഇപ്പോൾ ഏറ്റവും മുന്നിലെത്തി. അതിൻ്റെ ഒരു പ്രധാന കാരണം വിദ്യാഭ്യാസപരമായി ഉയരാൻ സ്ത്രീകൾക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരം അവർക്ക് കൂടുതൽ കിട്ടിയപ്പോൾ അവരവരുടെ അവസരങ്ങൾ നല്ല തരത്തിൽ പ്രയോജനപ്പെടുത്തി എന്ന് വേണമെങ്കിൽ കരുതാം. നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു കണക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു 50% സംവരണം എന്നതിനപ്പുറം നമ്മൾ കണക്കുകൾ പറയുകയാണെങ്കിൽ നമുക്ക് 941 ഗ്രാമപഞ്ചായത്തുകൾ, അതിൽ 471 പേർ വനിതാ പ്രസിഡന്റുമാരായിരിക്കും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. പിന്നെ 152 ബ്ലോക്ക് പഞ്ചായത്ത് 77 പേർ വനിതാ പ്രസിഡന്റ് ആകും. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 വനിതകളും 87 മുനിസിപ്പാലിറ്റിയിൽ 44 വനിതകളുമാണ് ചെയർപേഴ്സണായിട്ട് വരാൻ പോകുന്നത്. ഒപ്പം 6 കോർപ്പറേഷനാണ് നമുക്കുള്ളത്. അതിൽ 3 കോർപ്പറേഷനിലും വനിതാ മേയർമാർ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ പോലും ആ ഒരു പിന്നോട്ട് പോക്ക് നമുക്ക് 33% സംവരണം എന്നൊക്കെ മാറ്റിയാൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇപ്പോൾ 2024 നമുക്ക് തൊട്ടുമുമ്പ് കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ നമ്മൾക്ക് ആകെ ഉണ്ടായിരുന്നത്, കേരളത്തിൽ നിന്ന് ആകെ ഉണ്ടായിരുന്നത് 11 വനിതാ സ്ഥാനാർത്ഥികളാണ്. അതിൽ എന്ന് വെച്ചാൽ 20 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് 11 പേർ. അതിൽ 9 പേരെയാണ് പ്രമുഖ മുന്നണികൾ നിർത്തിയത്. മറ്റ് 2 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷെ ആ ചിന്തയാണ് നമുക്ക് മാറേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നിയമനിർമ്മാണം 1999 നമ്മൾ ആ നിയമസഭയിൽ ആ നിയമനിർമ്മാണം കൊണ്ടുവന്നത് 33% സംവരണം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് 2010 മുതലാണല്ലോ നമ്മൾ 50% സംവരണം എന്ന തരത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അത്തരത്തിൽ അങ്ങനെ ആദ്യമായി അത് കൊണ്ടുവന്നപ്പോൾ മുന്നോട്ട് വരാൻ സ്ത്രീകളില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ ശക്തരായ വനിതാ നേതാക്കളുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് എന്തൊക്കെയോ ഘടകങ്ങൾ ഒരു തടസ്സമായി അത് എല്ലാ കാലവും നിലനിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പറഞ്ഞതുപോലെ 2010 ആ തദ്ദേശ ബില്ല് നമ്മൾ കേരള നിയമസഭയിൽ പാസ്സാക്കി. ഈ പറഞ്ഞതുപോലെ 50% അത് ഈ മത്സരിക്കുന്നതിൽ മാത്രമല്ല, എല്ലാ കോർപ്പറേഷൻ, പഞ്ചായത്ത്, ബ്ലോക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ ഘടകങ്ങളിലെയും അധ്യക്ഷ തലത്തിൽ 50% സംവരണം എന്നെടുത്താണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്തരം നമ്മൾ എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വാർത്ത പോയപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം വലിയൊരു കീറാമുട്ടിയായി പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് മുന്നണികൾക്ക്. അതിനുള്ള പ്രധാന കാരണവും ഈ പറഞ്ഞതുപോലെ അഖില സൂചിപ്പിച്ചതുപോലെ ഒന്നിലേറെ ചോയ്സസ് ഉണ്ട്. ഒരാളല്ല, ഒന്നിലേറെ ചോയ്സസ് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അത് സ്ത്രീകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം. ഈ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഈ പ്രളയകാലത്തൊക്കെ നമ്മുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായ നമുക്ക് പരിചിതമായ ഒരു കാഴ്ച, ഒരു 2 വീലറിൽ പറഞ്ഞതുപോലെ ഒരു അവനവൻ്റെ വാർഡിൻ്റെ മുക്കിലും മൂലയിലും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന തരത്തിലേക്ക് ആ ചരടുകളും ആ ചങ്ങലകളും എല്ലാം മാറ്റി ഏതാവശ്യത്തിനും സ്ത്രീകൾ കുറച്ചുകൂടി കാര്യങ്ങൾ സ്ത്രീകൾക്ക് മനസ്സിലാകും എന്ന തരത്തിലുള്ള ഒരു ചിന്ത പൊതുവെയുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ, അതായത് ഈ 2010 ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രാവർത്തികമാക്കിയപ്പോൾ ഇതായിരുന്നില്ല അവസ്ഥ. പക്ഷേ ഏറ്റവും വലിയ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ, അല്ലെങ്കിൽ ഈ ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിലായിരിക്കും അത്. ഈ മുന്നണികൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണം. ഒരുപക്ഷെ സീറ്റ് ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യം അതൊക്കെ മുന്നിൽ കണ്ട് ഒരുപക്ഷെ ഒരു പുരുഷ കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അവരുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാകും. അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ വന്നിരുന്ന പച്ചക്കറി എരിയേണ്ട സാഹചര്യം, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ വന്ന തുണി അലക്കേണ്ട സാഹചര്യം ഒക്കെ സ്ത്രീകൾക്കുണ്ടാകും. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഭരണസ്ഥാനത്തിരിക്കുന്ന തദ്ദേശ വാർഡുകളടക്കം ഏറ്റവും കൂടുതൽ അഴിമതി നിരക്ക് കുറവാണ്. കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് കുറവാണ്. ഈ മറ്റ് പിന്തുണകളൊന്നുമില്ലാതെ ഈ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് കൂടുതൽ ഉറപ്പും ഭദ്രതയും ഒരുപക്ഷെ ലഭിക്കുന്നുവെന്ന് നമ്മൾ എന്തായാലും കാണിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം. അതായത് കക്ഷി രാഷ്ട്രീയ, അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടായിരിക്കുമല്ലോ പലപ്പോഴും കൂടുതലും സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ അത്തരത്തിൽ കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി സ്ത്രീകളാണെങ്കിൽ അത്തരത്തിൽ അഴിമതി അധികം ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്കുണ്ടല്ലോ. അങ്ങനെ മാറി അവരുടെ ഒരു പരിചയ സമ്പത്ത് അവർ കൂടുതൽ പ്രയോജനം, അതായത് സ്ത്രീകൾ എപ്പോഴും നമ്മൾ പറയുമല്ലോ മൾട്ടി ടാസ്കിംഗ് ആണ്, അവർക്ക് എല്ലാത്തിലും കൈ കടത്താൻ പറ്റും. ഇപ്പോൾ വീട്ടിലെ ജോലികളാണെങ്കിൽ ഒരേ സമയം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും അവർക്കത്
കുറച്ചുകൂടി എളുപ്പത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ പല പല കാര്യങ്ങൾ, പലരുടെ പ്രശ്നങ്ങൾ കേൾക്കാം, പല ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇതാണ് അവസ്ഥയെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. ഈ അടുത്ത കാലത്താണല്ലോ ഈ മഹാരാഷ്ട്രയിലോ എവിടെയോ ഭർത്താക്കന്മാര് സ്ത്രീകൾക്ക് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ നമ്മൾ തമാശയായിട്ടാണെങ്കിൽ കൂടി അത് നമുക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ സ്ഥിതി അങ്ങേറ്റം വ്യത്യസ്തമാണ് എന്ന് വേണം ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നണിക്ക് ഒരു പക്ഷേ ഒരു പ്രദേശത്ത് ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ, വനിതാ സ്ഥാനാർത്ഥികളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള സാഹചര്യം അടക്കം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ വനിതാ ഒരു അധ്യക്ഷ ഭരണസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു വനിതാ പ്രതിനിധി ഭരണസ്ഥാനത്തേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ആ സുഗമമായ പോക്ക്, കാര്യങ്ങൾ ഇവിടെ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും ശരിയായ ട്രാക്കിൽ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള ഒരു സാഹചര്യമായി ഒരുപക്ഷെ വീണ്ടും ഒരു 4ാമത്തെ തവണയാണ് ഈ 50% സംവരണത്തിന് ശേഷം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50% സംവരണമുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സ്ത്രീകളെ നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ സ്ത്രീകൾ തീർച്ചയായും അവിടെ മികവ് തെളിയിച്ചത് കൊണ്ട് തന്നെയാണ്. കാരണം 50 മുമ്പൊക്കെ എന്ന് വെച്ചാൽ 33% കറക്റ്റായിട്ട് അളന്ന് തിരിച്ച് അത്രയും സ്ത്രീകളെ കണ്ടെത്താൻ തന്നെ പ്രയാസമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മളിപ്പോൾ സ്വപ്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നിലധികം ചോയ്സുകളുള്ള ഒരു കാലത്തിലേക്ക് ഒരുപാട് ഘടകങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സാക്ഷരത, കുറച്ചുകൂടി സ്വതന്ത്രമായി ചിന്തിക്കാനും അല്ലെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കാനുമൊക്കെ സ്ത്രീകൾക്ക് അതിനുള്ള ഒരു ഇടം ലഭിക്കുന്നു എന്നുള്ള കാര്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, സാമൂഹിക ഘടകങ്ങളടക്കം ഇതിന് സ്ത്രീകളെ കൂടുതൽ മുന്നോട്ട് വരുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് അതിന് സഹായകരമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസിന്, ഒരുപക്ഷെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള കോൺഫിഡൻസിന് വേറൊരു മുഖം നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഞാനിപ്പോൾ ആളുകളോട് ഓടി നടന്ന് ഓരോ വീടും കയറി വിളിച്ചു പറയേണ്ട സാഹചര്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നത് എന്നത് എൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മനസ്സിലാകും, ഞാൻ ചെയ്ത പ്രവർത്തനം. അങ്ങനെ അവനവന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിക്കുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോം കൂടി നമുക്ക് ലഭിച്ചതോടെ ഒരുപക്ഷെ ഈ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടി എന്ന് വേണം മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അതിനെന്താ അറിയോ, ഈ സ്ത്രീകൾ ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ച പോലെ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറിയിലോ കൂടി മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ പുതിയ ടാക്ടിക്സ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് പലരും അവരുടെ ഒരു പ്രചരണ രീതിയൊക്കെ മാറ്റുകയാണ്. പുതിയ സമൂഹത്തിൽ എയുടെ കാലത്തൊക്കെ പുതിയ തലത്തിൽ പ്രചരണ രീതിയൊക്കെ കൊണ്ടുവന്ന്, അതായത് കഴിവിൻ്റെ ഏറ്റവും അറ്റം വരെ പോവുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ അവസരങ്ങളും അവർ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നു. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെ പഴയ സ്ത്രീകൾ, അതായത് നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന് സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു തൊഴിൽ സാധ്യത വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാൻ കുടുംബക്കാർ തയ്യാറായിരുന്നില്ല. അവിടെ നിന്നൊക്കെ മാറി എല്ലാവരും സ്വയം സമ്പാദിക്കുന്ന തരത്തിലേക്ക് ഒക്കെ വളർന്നു. അതിനുശേഷം ഇപ്പോൾ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആർജവത്തോടെ പുരുഷന്മാർ ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ പോലും കൃത്യമായി ആർജവത്തോടെ ചെയ്യാനുള്ള ഒരു കാര്യം സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. അതായത് സ്വപ്ന നേരത്തെ സൂചിപ്പിച്ച പോലെ പല ഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ ആളുകൾ, അതായത് മുമ്പൊരു സ്ത്രീ ഒരു കാര്യം ചെയ്യാൻ വന്നാൽ പിന്തുണയ്ക്കാൻ ചിലപ്പോൾ പിന്നിലൊരു സ്ത്രീ ഉണ്ടാവില്ല. ആ കാലം കടന്നുപോയി. ഇപ്പോൾ ഒരു സ്ത്രീ മുന്നിലേക്ക് വന്നാൽ 10 സ്ത്രീകൾ അവർക്ക് പിന്നിൽ അണിനിരക്കാൻ പറ്റുന്ന തലത്തിലേക്ക് വളർന്നു. അതായത് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ വനിതാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലും അവിടെയൊക്കെ പഴയ സമരങ്ങൾ സ്വപ്നം ഓർത്തു നോക്കുക, എത്ര സ്ത്രീകളാണ് ആ സമരങ്ങളിൽ മുന്നിൽ വന്ന് നിന്നിട്ടുള്ളത്. അന്ന് വന്നവരൊക്കെ പക്ഷെ വലിയ തലത്തിലേക്ക് എത്തി. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സമരം നടത്താൻ അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താൻ തീരുമാനിച്ചാൽ രാപ്പകൽ പണിയെടുക്കാൻ എത്ര സ്ത്രീകളാണുള്ളത്? നമ്മുടെ ആശാപ്രവർത്തകരുടെ സമരം നമ്മൾ കണ്ടതല്ലേ, എത്ര ദിവസമാണ് അവർ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അവരുടെ സാമൂഹിക ഘടനയിൽ വന്ന വ്യത്യാസം തന്നെയാണ് ഒരുപക്ഷെ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മറക്കാതിരിക്കാൻ പാടില്ല. കാരണം അത്ര ശക്തമായി, മാത്രമല്ല ഈ പിന്തുണ എന്ന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് പറയാം ഈ കുടുംബശ്രീ, ഹരിതകർമ്മ സേനയൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അവസരങ്ങളും ഒക്കെ അവർക്ക് കൂടുതലായി കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ പറഞ്ഞ പോലെ ആശാവർക്കർമാരുടെ ആ പ്രതിഷേധ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒറ്റക്കെട്ടായി അവർ മുന്നോട്ട് വന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി. സ്വാഭാവികമായും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പ്രാവർത്തികമാകുന്നത് എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിനപ്പുറത്തേക്ക്, കേരളത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നിടത്താണ് കഴിഞ്ഞ ദിവസം ഈ ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്.
തീർച്ചയായിട്ടും. ഏതായാലും നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുത്തെത്തി, ആളുകൾ ഇങ്ങനെ പ്രചാരണമൊക്കെ സജീവമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥികളുടെയൊക്കെ കാര്യത്തിൽ കൃത്യമായ ധാരണയോടുകൂടിയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്, ആരെ കൊണ്ടുവരണം എന്നുള്ളത്. അതിനൊക്കെ മുന്നണികളെ പ്രാപ്തമാക്കിയതും ഒരുപക്ഷെ നമ്മളുടെ സ്ത്രീകളുടെ മികച്ച പ്രവർത്തനം തന്നെയായിരിക്കും. ഏതായാലും നമ്മളിങ്ങനെ തെരഞ്ഞെടുപ്പ് 1200 തദ്ദേശ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്, അറിയാമല്ലോ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷൻ, ഇങ്ങനെ 23,612 വാർഡുകളാണുള്ളത്. അതിൽ നേരത്തെ നമ്മുടെ ഈ ഇപ്പോൾ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമാണ് 23,000. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അത്രയും 20,000-ൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും വാർഡുകൾ വരുന്നു. ഇതിൻ്റെ പകുതി സ്ത്രീകൾ വരുന്നു, അതിലും കൂടുതൽ സ്ത്രീകൾ വരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് അങ്ങനെ സ്ത്രീകൾ 50% വന്നു എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്ന തരത്തിലേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. പുരുഷന്മാർ പക്ഷേ കുറഞ്ഞു പോയിന്നോ, അല്ലെങ്കിൽ ലിംഗസമത്വത്തിൽ അതായത് പുരുഷന്മാരെ കൊണ്ടുവരണം എന്നുള്ള തരത്തിലേക്കൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്, അല്ലെ? അത്രയ്ക്ക് നമ്മളുടെ സ്ത്രീകൾ മികച്ച നേട്ടം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലല്ലേ? ആഗോള ജനതയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾ, എന്നിട്ടും സാമൂഹ്യ രാഷ്ട്രീയ ഘടകങ്ങൾ കൊണ്ട് കാലാകാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം. ഇവിടെയാണ് ഇങ്ങ് കൊച്ചു കേരളത്തിൽ മാറ്റങ്ങളുടെ അലയൊലികൾ മുഴങ്ങുന്നത്. ലോകരാജ്യങ്ങൾക്ക് തന്നെ പിന്തുടരാവുന്ന രാഷ്ട്രീയ മാതൃകകൾ പിറവിയെടുക്കുന്നത്. പുരുഷ കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ജനാധിപത്യത്തെ ആഴത്തിലാക്കുന്നതിന് കൃത്യമായ ലിംഗസമത്വ സംവിധാനം നിർണായകം തന്നെയാണ്. നമ്മുടെ നാടിന് സ്ത്രീകൾ ഭരിച്ചതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, കാര്യങ്ങൾ ശരിയായ ട്രാക്കിലുമാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഈ ഒരാഴ്ചത്തെ വിപണിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ആഴ്ച വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. മുൻനിര ഓഹരി സൂചികകളിൽ ഏതാണ്ട് 1.6% നേട്ടമാണ് ഉണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും നേട്ടം തന്നെയായിരുന്നു. ആഗോള സാഹചര്യങ്ങളിൽ തികച്ചും തൃപ്തികരം തന്നെയായിരുന്നു. US-ൽ ടെക്നോളജി ഓഹരികളിൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ഇടിവ് ഒഴിച്ചു നിർത്തിയാൽ മറ്റു ദിവസങ്ങളിലെല്ലാം ആഗോള സാഹചര്യങ്ങൾ വിപണിക്ക് അനുകൂലം തന്നെയായിരുന്നു. ഇവിടെ NDAക്ക് ഉണ്ടായിട്ടുള്ള ബീഹാറിലെ വിജയം വിപണിക്ക് അനുകൂലം തന്നെയാണ്. കാരണം അത് ആ ഒരു വിജയം അനിവാര്യവുമായിരുന്നു. മറിച്ചായിരുന്നെങ്കിൽ വിപണിയിൽ ഒരു വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വ്യാപാരത്തിലുടനീളം ആ ഒരു നേട്ടം പ്രകടമായില്ലെങ്കിൽ കൂടിയും അവസാന മണിക്കൂറിലാണ് ഒരു തിരിച്ചു കയറ്റവും ഉണ്ടായതും വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചതും. ഇതോടെ 25,900 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രവണതയിലേക്കും വിപണി എത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ഈ ഒരു നിക്ഷേപ താല്പര്യം തുടരുമെന്നും 26,000 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് പ്രേരകമായ ഘടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളതും. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ വലിയ തോതിലുള്ള വിൽപ്പന തുടരുക തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 4,000 കോടിക്ക് മുകളിൽ അവരുടെ ഭാഗത്തുനിന്നും വിൽപ്പനയുണ്ടായി. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 1-37 റൺസ് എന്ന നിലയിലാണ്. 12 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളാണ് പുറത്തായത്. 13 റൺസുമായി KL രാഹുലും 6 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 159 റൺസിന് അവസാനിച്ചിരുന്നു. ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് എടുത്ത് തിളങ്ങി.